നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വാഴ 2 എന്നുള്ള സിനിമ കാണാൻ വേണ്ടി മുകളിൽ വന്നിരിക്കുകയാണ് ഞങ്ങളിവിടെ. രാവിലെയാണ് ഷോ 9 മണിക്ക്. ഇപ്പോൾ സമയം 9 മണിയായി. ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. പക്ഷേ മുകളിൽ ഇങ്ങനെ ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല. ഇത് ഏതിലാണെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ 9 ഇതിലാണ്, 9ാമത്തെ സ്ക്രീനിലാണ് ഞങ്ങൾ. അപ്പോൾ മോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സിനിമയുടെ അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് പോപ്കോണിൻ്റെ സ്ഥലമാണ്. ഞങ്ങൾ ഈ മോളിൽ കൂടി വന്നു. രാവിലെ 9 മണിക്കൊക്കെ വരികയെന്ന് പറഞ്ഞാൽ വലിയൊരു ഓടി ചാടി റെഡിയായി ഓടി വന്നു. പിന്നെ വാഴ 1 എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. വാഴ 2 വന്നിട്ടിപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ കാണണോ കാണണ്ടേന്ന് ആലോചിച്ച് പിന്നെ അവസാനം ഇപ്പോഴാണ് തോന്നിയത് പെട്ടെന്ന് കാണാമെന്ന്. നോക്കുമ്പം പല ഷോസ് ഇല്ല, ഒറ്റൊരു ഷോ മാത്രമേ ഉള്ളൂ രാവിലെ 9 മണിക്ക്. എന്നാൽ പിന്നെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടി വന്നതാണ്. ഇവിടെ പല സാധനങ്ങളുണ്ട്. പിന്നെ പോപ്കോണും പിസ്സയും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്ക്രീൻ 9, ഇത് 5, 4 ഇങ്ങനെയുണ്ട്. അപ്പം നമ്മൾ സ്ക്രീനിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഹോളിലേക്ക് പോകാം. സിനിമ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയാം. വാഴ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട് രാവിലെ തന്നെ വാ അങ്ങോട്ട് പോകാം, അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഓ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്രീന്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. പരസ്യങ്ങളൊക്കെ എഴുതി കാണിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1-2 ആഴ്ചയായി വന്നിട്ടത് സിനിമ. അതുകൊണ്ട് ആളുകൾ വളരെ കുറവായിരിക്കും. കൂടാതെ ഇന്നൊരു വർക്കിംഗ് ഡേയും കൂടിയാണ്, മൺഡേ ആണ്. സൺഡേ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആളുകളുണ്ടാവുമായിരുന്നു. ഇന്ന് അത്രത്തോളം ആളുകൾ ഉണ്ടാവില്ല. അയ്യോ, ആരുമില്ല എന്ന് തന്നെ പറയാം. ഏതോ 2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സിനിമ തിയേറ്റർ, മൾട്ടിപ്ലക്സാണ്. എഴുതി കാണിക്കുന്നുണ്ട് കുറേശ്ശെ പേരുകളും മറ്റൊക്കെ. ആകെ 2 ആൾക്കാരായിട്ടും പുറകിലിരിക്കുന്നത്ര മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും സിനിമ കാണാം. വാഴ 2നെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ആൾക്കാരൊക്കെ പറയുന്നത്. നല്ലൊരു സിനിമയാണ്, ഭയങ്കര രസകരമായ സിനിമയെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ കണ്ടാന്ന് വിചാരിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ തീയൊക്കെ വന്നു കഴിഞ്ഞാൽ കെടുത്താനുള്ള ഒരു സംവിധാനമാണിത്. ഇത് മണലാണിത്. അപ്പം പെട്ടെന്ന് തീ പിടിച്ചാൽ ഈ മണലെടുത്ത് നമ്മൾ ഈ മണൽ കൊണ്ട് തീ കെടുത്താമെന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ കെടുവോ എന്തോ അറിയില്ല. ഇങ്ങനെ ഒരു ആചാരം പണ്ട് മുതലേ കാണാം. എല്ലാ സ്ഥലത്തും മണൽ നിറച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ തീ കെടുത്താനുള്ളൊരു വേറെ ഒരു സാധനവും കാണാം. പക്ഷേ അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. മോള് ഉള്ളിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളെ നോക്കി വീണ്ടും ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. സിനിമ തുടങ്ങിയിട്ടില്ല, സമയമുണ്ടെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ കൂടെ ഒന്ന് വെറുതെ കറങ്ങി നടക്കുക. സുജ ആയിരുന്നിട്ട് സരിയായി കേട്ടോ. വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ 2 പേരും ഉള്ളിലേക്ക് കയറി. തുടങ്ങാൻ പരസ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കണ്ടതിന് ശേഷം പറയാം എങ്ങനെയുണ്ട്, വാഴ 2 എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടതിന് ശേഷം പറയാം. സിനിമ കണ്ടിട്ട് പറയാം. സക്സസ്ഫുൾ നമ്മുടെ പ്രൗഡ് ഫേസ് നമ്മുടെ H&M എടുത്തിട്ട് തോന്നുന്നു. ആ റെഡ് സാധനമില്ല അതിൻ്റെ അടുത്ത്.
പോകാം. ഇനി എങ്ങോട്ടാ? ഇതല്ലേ മുകളിലേക്കുള്ള വഴി? ഇങ്ങോട്ടാ? വെള്ളം വണ്ടി നിൽക്കാം അല്ലേ? കയറാൻ നോക്കാം. ഇതുപോലത്തെ സ്ഥലം തന്നെയാണുള്ളത് കേട്ടോ. നമ്മൾ P3-യിലാണുള്ളത്. P5 നോക്കി തരുന്നു. ഇത് ലിഫ്റ്റല്ലേ? ലിഫ്റ്റല്ലേ? ആ നമുക്ക് അങ്ങ് അവിടെ പറയാം. P3 അല്ലേ? പോട്ടെ. P3. വണ്ടി നിൽക്കാം. Này thì lọc đâu mà കേട്ടെ? പഴ കുടുങ്ങി പോയി. പഴ കുടുങ്ങി ഇതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഓക്കെ. വിജയബാബു പിന്നെ മറ്റേ ആ അച്ഛൻ അധികം റോളില്ല. അജുനും അത്ര റോളില്ല. അജുനുള്ള റോള് നല്ല റോളാണ്. നമ്മുടെ പപ്പകളാണെങ്കിൽ അപ്പോൾ അജു എടുക്കേണ്ട ആവശ്യം കേട്ടോ.
പേപ്പർ എവിടെ വെച്ചിട്ടുള്ള ഇവിടെയുണ്ട്. നമ്മൾ രാവിലെ തന്നെ വാഴ എന്ന സിനിമ കാണാൻ, വാഴ 2 എന്ന സിനിമ കാണാൻ വേണ്ടി മോളിൽ പോയി സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് വരുന്ന വഴിയാണിത്. അപ്പം 9 മണിക്കായിരുന്നു രാവിലെ ഷോ. രാവിലെ നമ്മൾ 9 മണിക്ക് 9-ന് എത്തി, സിനിമയൊക്കെ കണ്ടു. നല്ല സിനിമ, വാഴ 2 എന്നുള്ള സിനിമ നല്ല സിനിമ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സമയം നമ്മൾ പോകുന്ന അറിയയില്ല, അടിപൊളിയായ സിനിമ. അങ്ങനെ ഞങ്ങൾ സിനിമയും കഴിഞ്ഞ് ഞാനും മോളും കൂടിയാണ് വന്നത്. ഞങ്ങൾ 2 വീലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഊണും കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ അച്ഛനും മോനും 2 പേരും ഉണ്ട്. അവർക്ക് ഊണ് വീട്ടിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ മലയാളി ഹോട്ടലുണ്ട്. അവിടെ നല്ല ഊണ് കിട്ടും. നല്ല സദ്യ പോലെ പായസവും രസവും മോരും സാമ്പാറും അങ്ങനെ അവിയലൊക്കെ കൂട്ടിയിട്ടുള്ള ഊണ് കിട്ടും. അത് നമ്മൾ വല്ലപ്പോഴാണല്ലോ ഇവിടെ നിന്ന് അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. പുറത്തുനിന്ന് കഴിക്കും, ഇങ്ങനെയുള്ള സദ്യ പോലെയുള്ളത് കഴിക്കുന്നത് വല്ലപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇളനീരാണ്. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ, സമ്മർ സീസണാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വർഷത്തെക്കാളും കൂടുതൽ ചൂടാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഇളനീരൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഇളനീര്, തണുത്ത വെള്ളം അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വഴിക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോവുകയാണ്, നമ്മളെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഒരു ഇളനീരിന് 50 രൂപ ഒരു എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇളനീര് ഇഷ്ടംപോലെ ഉണ്ട്, ആളുകളൊക്കെ കുടിക്കുന്നുമുണ്ട്. ഇതൊക്കെ വേറെ ഓരോ മോളുകളും ബിൽഡിങ്സും നട്ടുച്ച നേരമാണ്. 12 മണി കഴിഞ്ഞു, നല്ല വെയിലുണ്ട്. ഞങ്ങൾ തലയും മുഖവും ഒക്കെ മൂടിക്കെട്ടി സ്കാർഫ് ആയിട്ടാണ് പോകുന്നത്. ഈ ചൂട് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് പൊള്ളലേൽക്കാനുള്ള ചാൻസ് വരെയുണ്ട്. അതുകൊണ്ട് നമ്മൾ മുഖമൊക്കെ മൂടി നമ്മളെ കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല അങ്ങനെ ഒരു രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഹോട്ടലിലെത്തി. ഇപ്പം സ്പൈസ് മലബാർ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ പേര് ഇറങ്ങണോ? അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഹോട്ടൽ, സ്പൈസ് മലബാർ എന്ന പേരാണിത്. ഇതാണ് ഹോട്ടൽ. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പോകാം, ഊണ് കഴിക്കാം. ഒരു വീടിൻ്റെ മോഡലുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ നമ്മൾ മലയാളി ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റ് മുണ്ടുകൾ, പിന്നെ മലയാളി സാധനങ്ങൾ, ഉള്ളി, കൂർക്കക്കിഴങ്ങ്, ചേമ്പ്, പിന്നെ അച്ചപ്പം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്തൊക്കെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ
പേര്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒരു വീട് പോലെയാണിത്. ഇതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. നമ്മൾ ഹോട്ടലിൻ്റെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ തലയിലത്തെ കെട്ടും പണ്ടൊക്കെ അഴിച്ചു വെക്കുകയാണ്. സ്കാർഫൊക്കെ കെട്ടിയാണ് നമ്മൾ വന്ന്. ഞാനും അഴിച്ചു വെച്ചു, മോളും അഴിച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി പോവുക. അപ്പോൾ നമ്മളിനി ഹോട്ടലിൻ്റെ ഉള്ളിലെത്തിയിട്ട് നമ്മളുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ ആക്കാം. ഇതിങ്ങനെയാണ് ഈ ബിൽഡിങ്. ഓരോരോ വീടിൻ്റെ ഷേപ്പിലാണ്. ഇതാണ് നമ്മളുടെ ഇത് റോഡ്. ഇത് വേറെ എന്തോ വലിയ ബിൽഡിങ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചകൾ കാണിക്കാൻ. ഇതിലല്ല ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ മുകളിലേക്കാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. തിയേറ്ററിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായില്ലേ, അവിടെ അവിടെ താഴെ നമ്മൾ കയറി മുകളിലെത്തി. ഇങ്ങനെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ. ടേബിളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കാം. നല്ല കാറ്റൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കാം, ഭക്ഷണം കഴിക്കാം. ഫാനുള്ള സ്ഥലത്തേക്കല്ലേ? അവിടെ ഫാൻ ഇവിടെ ഉണ്ട്. ഫാനല്ലേ? ഇവിടെ ഫാനുണ്ട്, ഇവിടെ ഫാനുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഇരിക്കാം. കൈ കഴുകി വരാം. ഓ കൊടുത്തോളൂ. പറഞ്ഞോളൂ. ഇങ്ങനെ കൈ കഴുകി കണ്ണാടിയിൽ നമ്മളെ തന്നെ കണ്ടു. വാഷ്റൂമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിങ്ങനെ ഈ ഹോട്ടലിൽ ഇപ്പം ആളുകളൊന്നും കാണുന്നില്ല. എല്ലാവരും വരുവാൻ സമയമാവുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട്. ഇതിൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ നമ്മൾ വന്ന റോഡും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ പേര്. സ്പൈസ് മലബാർ എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കാം നമുക്ക്. ഇരിക്കട്ടെ. ഇവിടെ താഴേക്കോ എത്തൂലേ? ഓ നമ്മളിങ്ങോട്ട് മാറി കേട്ടോ. ഓ ആയിക്കോട്ടെ. നോക്കട്ടെ കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഊണിന് ഓർഡർ കൊടുക്കട്ടെ. എടുക്കട്ടെ. എനിക്ക് ആക്കണം.
പറഞ്ഞില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ നല്ല വിശപ്പ്.